ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ICTയിൽ തന്നെ പോപ്പുലർ ആയിട്ടുള്ളൊരു എൻട്രി മോഡലായ ക്യാൻഡിൽ റേഞ്ച് തിയറീനെ പറ്റിയിട്ടാണ്. ഇത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം പഠിക്കണം. ICT പ്രകാരം മാർക്കറ്റ് റൺ ആവുന്നത് തന്നെ പവർ ഓഫ് 3 ബേസ്ഡ് ആണ്. അതായത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അതെന്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ബയ്യേഴ്സും സെല്ലേഴ്സും സ്ട്രോങ് ആയിട്ട് പ്രസൻ്റ് ആയിട്ടുള്ള സംഭവത്തിനാണ് അക്യുമുലേഷൻ എന്ന് പറയുക. അതായത് ഇങ്ങനെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് രീതിയിൽ മാർക്കറ്റ് റൺ ആവുക. ഇതിൻ്റെ മുകൾ ഭാഗത്ത് റെസിസ്റ്റൻസ് എന്ന് കൺസിഡർ ചെയ്യുന്ന ഭാഗത്ത് സെൽ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസും, അതിൻ്റെ താഴെ സപ്പോർട്ട് എന്ന് കൺസിഡർ ചെയ്യുന്ന സാധനത്തിൻ്റെ അടിയിൽ ബൈ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസും കാണും. പെട്ടെന്ന് അതിനെ നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്നും സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയും. പെട്ടെന്ന് മാർക്കറ്റ് ഏതെങ്കിലും ഒരു ടൈപ്പ് ലിക്വിഡിറ്റിനെ ഹണ്ട് ചെയ്യുന്നു വിചാരിക്കാം. അതായത് ഇപ്പോൾ ഇവിടെ സെൽ സൈഡ് ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തു, അതായത് മാർക്കറ്റിൽ ബൈ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് മൊത്തം ഹണ്ട് ചെയ്തു. ഇവിടെ സാധാരണ ഒരു റീറ്റെയിലർ ആണെങ്കിൽ ഇവിടെ സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് കിട്ടി, നമുക്ക് എൻട്രി എടുക്കാമെന്നും പറഞ്ഞ് അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസും അതിൻ്റെ കുറച്ച് താഴോട്ട് ടാർഗറ്റും വെച്ച് എടുക്കും. പക്ഷേ അത് ശരിക്കും ഒരു പക്ക മാനിപ്പുലേഷൻ ട്രാപ്പാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബയ്യേഴ്സിൻ്റെ മൊത്തം സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിന് ആവശ്യമുള്ള മുകളിലോട്ട് പോകാൻ ലിക്വിഡിറ്റി ആയി. ഇനി അവിടെ നിന്ന് മാർക്കറ്റ് ആണെങ്കിൽ ഇനി മുകളിലോട്ട് പോകും. ഇതാണ് പവർ ഓഫ് 3. അതായത് ഒരു അക്യുമുലേഷൻ ഫേസ് തരുന്നു, അതിൻ്റെ ഏതെങ്കിലും ഒരു ടൈപ്പ് ലിക്വിഡിറ്റി ഹണ്ട് ചെയ്ത് മാർക്കറ്റിന് ആവശ്യമായുള്ള ഓർഡേഴ്സ് കിട്ടി. ഇനി അവിടെ നിന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നതിനാണ് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ഇതിൽ ആദ്യത്തെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് രീതിയിൽ ബൈയിങ് സെല്ലിങ്ങും തന്ന സ്ഥലത്തിന് നമ്മൾ അക്യുമുലേഷൻ ഫേസായും, ഈ ലിക്വിഡിറ്റി സീപ്പ് തന്ന ലിക്വിഡിറ്റി ഹണ്ട് ചെയ്ത ഈ ഭാഗത്ത് നമ്മൾ മാനിപ്പുലേഷൻ ഫേസായും കൺസിഡർ ചെയ്യുന്നു. അതിന് ശേഷമുള്ള മാർക്കറ്റ് മുകളിലോട്ടേക്കോ അതിൻ്റെ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയ ഇതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫേസായിട്ട് ഇതാക്കുന്നു. ഇത് തന്നെയാണ് ക്യാൻഡിൽ റേഞ്ച് തിയറിയിൽ നടക്കുന്നത്. ഇത് ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നടക്കുന്നതെങ്കിൽ ഒരു 1 ഹവർ ടൈം ഫ്രെയിമിൽ അത് വെറും 3 ക്യാൻഡിലായിരിക്കും. അതാണ് നമ്മൾ CRTയിൽ നോക്കുന്നത്. ഇനി നമുക്ക് CRT എന്താണെന്ന് നോക്കാം. CRT എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിൽ ഫോം ആവുന്നു. അതായത് നമുക്ക് ബുള്ളിഷ് ആയിക്കോട്ടെ ബെയറിഷ് ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ഫോം ആവുന്നു. അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിലാണെങ്കിൽ അതിൻ്റെ ഹൈനെയോ ലോനെയോ ടേക്ക് ഔട്ട് എന്ന് കൺസിഡർ. ഇപ്പോൾ ഇവിടെ ഹൈനെ ടേക്ക് ഔട്ട് ചെയ്തു, അതായത് ഹൈൻ്റെ ഹൈയിലുള്ള ലിക്വിഡിറ്റിനെ അത് ടേക്ക് ഔട്ട് ചെയ്തു. നമുക്കാണെങ്കിൽ ആദ്യത്തെ ക്യാൻഡിലിനെ അക്യുമുലേഷൻ ക്യാൻഡിലായും രണ്ടാമത്തെ ക്യാൻഡിലിനെ മാനിപ്പുലേഷൻ ക്യാൻഡിലായിട്ടും കൺസിഡർ ചെയ്തത്, അതായത് പവർ ഓഫ് 3 പ്രകാരം. അക്യുമുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു മാനിപ്പുലേഷൻ തന്നതിന് ശേഷം നമ്മൾ മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്നാണ് പഠിച്ചിട്ടുള്ളത്. അതായത് മാർക്കറ്റ് ഇപ്പോൾ തന്നെ ഒരു ലിക്വിഡിറ്റി സീപ്പ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അടുത്തൊരു ക്യാൻഡിൽ ഫോം ആവുന്നു, അതിൻ്റെ മറ്റേ ക്യാൻഡിലിൻ്റെ ക്ലോസിൽ അടുത്തൊരു ക്യാൻഡിൽ ഫോം ആവുന്നു. നെക്സ്റ്റ് അതിൻ്റെ താഴെയുള്ള ഫസ്റ്റ് വന്നിട്ടുള്ള അക്യുമുലേഷൻ ക്യാൻഡിലിൻ്റെ ലോ ടേക്ക് ഔട്ട് ചെയ്യുന്നത്, അതായത് മാനിപ്പുലേഷൻ തന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ CRT നമുക്ക് ക്യാൻഡിലിൻ്റെ കളേഴ്സൊന്നും ഒരു മാറ്റർ അല്ല, നമ്മൾ ഇത് നോക്കിയെടുക്കുക. ഇനി നമുക്കാണെങ്കിൽ ഇതിൻ്റെ ലൈവ് ചാർട്ട് എക്സാമ്പിളിലേക്ക് പോവുക. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഞാൻ നല്ലൊരു എൻട്രി കണ്ടുവച്ചിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ലൈവ് ചാർട്ട് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ USD MXൻ്റെ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലാണെങ്കിൽ ഞാൻ ഈ ഒരു ക്യാൻഡിലാണ് അക്യുമുലേഷൻ ക്യാൻഡിലായിട്ട് CRTൻ്റെ ഫസ്റ്റ് ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്യാൻഡിൽസ് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അഗ്രസീവായിട്ട് ടൈപ്പ് ആയിട്ട് എൻട്രി എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് അഗ്രസീവായിട്ട് ഏത് ക്യാൻഡിലും ആണെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ നോക്കി എടുക്കുന്ന ആളാണെങ്കിൽ ഇവിടെ നമുക്ക് അതിൻ്റെ താഴെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്, അതായത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അവിടത്തേക്ക് മാർക്കറ്റ് പോകുന്നൊരു തോട്ട് എനിക്ക് വന്നുകൊണ്ട് ഞാനത് എടുക്കുന്നു. ഇനി നമുക്കാണെങ്കിൽ ഡയറക്റ്റ് 50 മിനിറ്റ്സിലേക്ക് സ്വിച്ച് ചെയ്യാം. ഈ CRT നോക്കുന്നതിൻ്റെ ടൈം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഇവിടെ നിന്നാണെങ്കിൽ ആ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പ്രൈസ് പോകുന്നൊരു ഇൻറ്റൻഷൻ എനിക്കുണ്ട്. അവിടെ നിന്ന് ഞാനാണെങ്കിൽ എൻ്റെ എൻട്രി പ്ലേസ് ചെയ്യുന്നു. അതായത് ഇവിടുന്ന് എൻട്രി ഒരു സെൽ എൻട്രി, ഷോർട്ട് സെല്ലിങ് എൻട്രി ഞാൻ പ്ലേസ് ചെയ്യുന്നു. അതിൻ്റെ ഏതെങ്കിലും ഒരു ഹൈൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ശരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് നമ്മുടെ മാനിപ്പുലേഷൻ ക്യാൻഡിലിൻ്റെ ഹൈയിലാണ് നമ്മൾ വെക്കേണ്ടത്. പക്ഷേ ഇവിടെ ഹൈയിൽ നമ്മളിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വലുതും ടാർഗറ്റ് ചെറുതായിപ്പോവും. ഇത് ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട സ്ഥലം ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ അതെടുക്കുന്നു. ഇപ്പോൾ നമുക്കിത് മനസ്സിലാക്കാനുള്ള ഇതും കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രേഡിങ് സ്കില്ല് അനുസരിച്ചിരിക്കും. ഇത് നല്ല രീതിക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് സെറ്റാണെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്കിത് ഈ മോഡൽ എൻട്രി എടുക്കുന്നതാണ്. ഇതിൻ്റെ റിസൾട്ട് ആണെങ്കിൽ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഞാൻ എടുക്കുന്നത് രാത്രി 11 മണിക്ക് എങ്ങാണ്ടാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ട് ഇപ്പോൾ കാണിച്ചു തരാം.
സോ ഗൈസ് ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ രാവിലെ 8 മണി 8:26 ആയിട്ടുണ്ട്. സോ നമ്മുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളാണ്. സോ ഇത് എടുക്കുന്നത് നിങ്ങളെ സ്കില്ല് ബേസ് ചെയ്തിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുമല്ല ഞാനുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാൻ ഒരുപാട് റിസോഴ്സസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്കോഡ് സെർവറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ എല്ലാവരും അതിലൊന്ന് ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ഇതിലും നല്ലൊരു വീഡിയോ അടുത്ത ടൈം കാണുന്നവരെ എല്ലാവർക്കും ബൈ.